ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. വളരെ മനോഹരമായ പുതിയൊരു പ്രഭാതം ദൈവം സമ്മാനമായി തന്നതിനെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് ഞായറാഴ്ചയാണ്, ഓഗസ്റ്റ് 17. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇന്നലെ നാം പഠിച്ച വചനം ഓർക്കുന്നുണ്ടോ? അത് യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യമായിരുന്നു. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. ഇതായിരുന്നു വചനം. നാം ദൈവത്തെ മാത്രം കൂടുതൽ സ്നേഹിക്കുമ്പോൾ, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം നമ്മിൽ നിറയുന്നു എന്ന് നാം ഇന്നലെ കണ്ടു. അങ്ങനെ സ്നേഹം നിറയുമ്പോൾ നമ്മിലുണ്ടാകുന്നൊരു പ്രത്യേകതയാണ്, ഈ ദൈവസ്നേഹത്താൽ നിറയുന്ന വ്യക്തിക്ക് ലോകത്തിലുള്ള ഒന്നും ആ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാനായിട്ട് സാധിക്കില്ല. അതാണ് നാം ഇന്ന് പഠിക്കുന്ന വചനം. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യമാണ്. The letter of Saint Paul to the Romans, chapter 8, verse 35. അതിങ്ങനെയാണ് പറയുക: ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, ഇതൊന്നും നമ്മെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന്, ദൈവത്തെ സ്നേഹിക്കുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവം എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പം ആ സ്നേഹത്തിൽ അനുഭവിച്ചറിയുന്നവന് മറ്റൊന്നും ഒരു പ്രതിബന്ധമാവുകയില്ല. ദൈവസ്നേഹത്താൽ ആ വ്യക്തി നിറയും. Who will separate us from the love of Christ? Will hardship or distress or persecution or famine or nakedness or peril or sword? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഇതിനൊന്നും എന്നെ വേർപെടുത്താനാവത്തില്ല. ഒരു പെർസിക്യൂഷനോ, ഒരു ഹാർഡ്ഷിപ്പോ, ഡിസ്ട്രസ്സോ എന്തു വന്നാലും എൻ്റെ ക്രിസ്തുവിൻ്റെ സ്നേഹം അതിനേക്കാൾ ഉപരിയാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നിൽ നിറയുന്ന, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, ക്രിസ്തു സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. ദൈവം നിങ്ങളെ എല്ലാവരെയും ഈ മനോഹരമായ ദിവസത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.